മുല്ലപ്പെരിയാർ തകർന്നാൽ കുറച്ച് വെള്ളവും കല്ലും മണ്ണും മഴയും ഒലിച്ച് തൊടുപുഴ വരെ വരുന്നതാണോ, അതോ എന്താണ് മുല്ലപ്പെരിയാർ തകർന്നാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒലിച്ചു വരെയേ, അതായത് ഒഴുകി വരെ. ഞാൻ ചില ആളുകളുടെ ചില വാക്കുകൾ ഞാൻ കോട്ട് ചെയ്തതാണ്. ഇത് 850 മീറ്റർ ഉയരത്തിലാണ് നിൽക്കണേ. അവിടുന്ന് താഴേക്ക് വീഴുക ചെയ്യുന്നത്. സകല പ്രതിബന്ധങ്ങളെയും തട്ടി തകർത്തുകൊണ്ട് ഒരു ബുള്ളറ്റ് കണക്കെ ചീറിപ്പാഞ്ഞ് വരിക ചെയ്യുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം? സിമ്പിൾ അല്ലേ? തമിഴ്നാടിന് വെള്ളം വേണം. മുല്ലപ്പെരിയാറിന്റെ മുകളിൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിൽ കൂടുതൽ ജലം സംഭരിച്ച് വെച്ചിരിക്കുന്ന കക്കി ഡാമുണ്ട്. ഈ കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. എന്റെ ഉദ്ദേശം അതാണ്. അവരങ്ങനെ പറയുമല്ലോ എന്നുള്ളതാണ്, പ്രതീക്ഷയാണ് എന്റെ ഉദ്ദേശം. വയനാട്ടിൽ ഇപ്പോൾ ഉരുൾപൊട്ടി ചൂരൽമല. കഴിഞ്ഞ തവണ തൊട്ട് അടുത്ത് ഉരുൾപൊട്ടിയപ്പോൾ പറഞ്ഞു ഈ മേഖല മുഴുവൻ പ്രശ്നമാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് പശ്ചിമഘട്ടം മുഴുവൻ പ്രശ്നമാണെന്ന്. ഗാഡ്ഗിൽ റിപ്പോർട്ട് അപ്പാടെ തള്ളി. പിന്നീട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരും. പുത്തുമലയിൽ പൊട്ടിയപ്പോഴും പറഞ്ഞു ചൂരൽമലയൊക്കെ പ്രശ്നബാധിത പ്രദേശം. ചൂരൽമലയിൽ ഉരുൾപൊട്ടുന്നതിന് 2 ദിവസം മുമ്പ് തലേ ദിവസം ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ അടക്കം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവസ്ഥ പ്രശ്നമാണ്, വെള്ളത്തിന്റെ കളർ മാറിയിരിക്കുന്നു, കോഴ്സ് മാറിയിരിക്കുന്നു, വെള്ളത്തിന് സ്മെല്ലുണ്ട്. എന്താണ് ചെയ്തത്? അമിത്ഷാ ലോക്സഭയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കേരളത്തിന് ഞങ്ങൾ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അപ്പൊ പലരും ചോദിച്ചു ഇതെന്താ പിടിച്ചു വെക്കാൻ പറ്റുമോ ഉരുൾപൊട്ടൽ? പക്ഷെ മനുഷ്യരെ മാറ്റിയിരുന്നെങ്കിൽ സ്വത്തുക്കളെ നഷ്ടപ്പെട്ടു. ആ സ്വത്ത് ബാക്കിയുള്ള മലയാളി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായിട്ട് നേരിട്ടായിട്ടും ഒക്കെ മനുഷ്യർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവനുകൾ, ഈ മരണപ്പെട്ട 10-400 പേരുണ്ടല്ലോ, പിന്നെ ജീവജാലങ്ങൾ വേറെ, ഇവരെയൊക്കെ ഈ സർക്കാരിന് സംരക്ഷിക്കാൻ പറ്റും. ഈ ഒരു അവസരത്തിൽ സർക്കാരിനെ വിമർശിക്കുകയല്ല, പക്ഷെ ചെയ്യാമായിരുന്നു. ഇവിടെയും ഇതാണ് സംഭവിക്കുന്നത്. മുല്ലപ്പെരിയാർ പൊട്ടുകയോ പൊട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ കൃത്യമായ ഒരു പരിശോധന വേണ്ടുന്നതാണ്. താങ്കളുടെ ആവശ്യം 100% ന്യായമാണ്. അതുകൊണ്ടാണ് താങ്കളുടെ മുന്നിൽ ഈ രാവിലെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. സത്യത്തിൽ താങ്കളുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഭയങ്കരമായി സോഷ്യൽ മീഡിയയിൽ വൈറലായി. താങ്കളൊരു ഗൂഗിൾ മാപ്പിന്റെ ദൃശ്യങ്ങൾ എടുത്തിട്ട്, ഗൂഗിൾ ഇമേജിന്റെ ദൃശ്യങ്ങൾ എടുത്തിട്ട് പറയുകയാണ് മുല്ലപ്പെരിയാർ ഡാമിന് വളവ് സംഭവിച്ചിരിക്കുന്നത്. അത് സത്യത്തിൽ ഒരബദ്ധമായി പറയും? ഇല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പയറിംഗ് കൊണ്ടുണ്ടായതാ. അതിനൊന്നും ഒരു സയൻസും പഠിക്കണ്ട. അതായത് ഈ മുല്ലപ്പെരിയാർ ഡാമിലെ സുർക്കി ഓരോ സെക്കൻഡിലും എത്രമാത്രം സീപ്പേജ് ഉണ്ടെന്നുള്ളത് പഠിച്ചിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സീപ്പേജ് എത്രയാന്നുള്ളത്. അപ്പോൾ 130 വർഷത്തെ സുർക്കിയുടെ പുറത്തേക്കുള്ള ഒഴുക്കാണ്. സുർക്കി എപ്പോഴും ചുണ്ണാമ്പായതുകൊണ്ട് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. കാർബോണിക് ആസിഡ് ഉണ്ടാവും. അത് ഡാമിന്റെ ബേസിലുള്ള കല്ലുകളെ ദ്രവിപ്പിക്കും. അപ്പം എന്തായാലും ചോദ്യം? ഗൂഗിൾ മാപ്പ്. അപ്പോൾ അങ്ങനെ കല്ലുകൾ ദ്രവിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്, പൊടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഇതിന്റെ ബേസ്. ഈ 112 അടിക്ക് താഴെ ചെളിയും വെള്ളമൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോയി ഇറങ്ങിച്ചെന്ന് ആരും ഒന്നും, റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിളിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലാതെ ഒരു പരിശോധന നടത്തിയിട്ടില്ല. അപ്പം ഈ കാർബോണിക് ആസിഡ് ആകുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിത്തറ പൊടിഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ ഈ സുർക്കി 130 വർഷം കൊണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വലിയ ക്രിവൈസസ് ഫോം ചെയ്യും. വലിയ ഓയിഡാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് മനസ്സിലാക്കാണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി, അതാണ് ഇപ്പോൾ പലരും പറയുന്നത് ഗ്രാവിറ്റി ഡാം എന്ന്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഡാമിൻ്റെ മേലെ ത്രൂ ഔട്ട് ഒരു 1.5 മീറ്റർ കനത്തിന് കോൺക്രീറ്റ് ഇട്ടു. അവർ വിചാരിച്ചത് ശരിയാണ്, ഭാരം കൂടുമ്പോൾ മറിയാനുള്ള സാധ്യത കുറയും. പക്ഷെ ഇതിൻ്റെ ഉള്ളു പൊള്ളയായിപ്പോയി. അതുകൊണ്ട് ഭാരം കൂടിയപ്പോൾ ഇത് ഡാം താഴേക്ക് ഇരുന്ന് ഒടിഞ്ഞ് വളഞ്ഞിങ്ങനെ ആയി. അതാണ് അവസ്ഥ. അത് റിപ്പയറിംഗ് കൊണ്ട് സംഭവിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡാം നിർമ്മിച്ചു കഴിഞ്ഞ് പിന്നെ അതിൽ റിപ്പയറിംഗ് ഒന്നും നടക്കില്ല. വെള്ളത്തിൽ നിൽക്കുന്ന സംഭവമല്ലേ, റിപ്പയറിംഗ് നടക്കില്ല. ലോകത്ത് ഈ റിപ്പയറിംഗ് നടത്തുന്ന വേറെ രാജ്യങ്ങൾ, ഇതുപോലത്തെ മണ്ടൻ രാജ്യങ്ങൾ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇതുപോലത്തെ മണ്ടൻ രാജ്യങ്ങൾ ലോകത്ത് വേറെ ഏതെങ്കിലും റിപ്പയർ ചെയ്ത് ഡാം കൊണ്ടു നടക്കുന്നത്? എൻ്റെ ഒരു സംശയം, സാധാരണക്കാരൻ്റെ സംശയമാണ്, എക്സ്പെർട്ടിൻ്റെ എഞ്ചിനീയറിംഗ് ഒന്നും സംശയമല്ല, ഒരു സാധാരണ മലയാളിയുടെ സംശയമായിട്ട് എടുക്കുക. ഈ സുർക്കി മിശ്രിതങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കരിങ്കൽ കെട്ടുകൾക്കിടയിൽ ഇതിന് ബലം നൽകാനും ഇതിനെ പരസ്പരം കരിങ്കലിനെ ചേർത്ത് വെക്കാനും വേണ്ടിയിട്ടാണ്. 130 വർഷം കൊണ്ട് ഈ സുർക്കി മിശ്രിതം ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ
ഇവിടേക്ക് വന്നു ചേരുന്നത്. ഇപ്പൊ താങ്കൾ തന്നെ പറയുന്നു മുല്ലപ്പെരിയാറിലെ മുല്ലയാറും പെരിയാറും വന്ന് വളരെ വലിയ രീതിയിൽ എക്കൽ കൊണ്ടുവരുമായിരുന്നു, ചെളി കൊണ്ടുവരും. അങ്ങനെ വന്നടിഞ്ഞ ചെളിയുണ്ട്, എക്കലുണ്ട്. ഇത് കയറി ഈ ഹോളുകളെല്ലാം അടഞ്ഞ് വീണ്ടും ബലമാകട്ടെ. എന്റെ സംശയമാണ്, സാധാരണക്കാരനുണ്ടാകുന്ന ഒരു സംശയമാണ്. അത് അത് അങ്ങനെ കയറാനായിട്ട് ആര് പുഷ് ചെയ്ത് കൊടുക്കും? നമ്മളൊരു ഒരു ഗ്യാപ്പുള്ള സ്ഥലത്തേക്ക് കോൺക്രീറ്റ് ഇടണമെങ്കിൽ നമ്മൾ തിരികെ കയറ്റേണ്ടി വരും. ഇതിങ്ങനെ കിടക്കാല്ല, ഇങ്ങനെ പാറ പോലെ ആയിട്ടുണ്ട്. ആ ചെളി ഇങ്ങനെ പാറ പോലെ ആയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് അതിനൊരു പ്രത്യേക തോട്ടുണ്ടാകും. അതങ്ങനെ കിടക്കും. ഉള്ളിലോട്ട് കയറേണ്ടത് എങ്ങനെയാ? പിന്നെ കുറച്ചൊക്കെ ചിലപ്പോൾ കയറിയെന്ന് വരും, അത്രയേ ഉള്ളൂ. ഒരു പക്ഷെ അങ്ങനെ കയറി ഒരു ഇച്ചിരി ബലം വന്നിട്ടുണ്ട്. അത് ഈ റിപ്പയറിങ്ങിനേക്കാളും നല്ലതാ, മനസ്സിലായില്ല? അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ കയറിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. അങ്ങനെ റിപ്പയറിങ്ങിനേക്കാളും നല്ലതായിരിക്കും. പക്ഷെ അങ്ങനെ അവരൊരു കാര്യമുണ്ട്, കയറിയ വെള്ളത്തോടു കൂടിയാ കയറുന്നത്. ആ വെള്ളം പുറത്തേക്ക് വരും. അത് ഡേഞ്ചർ അല്ലേ? ഇപ്പൊ ഒരു ചെറിയ ഹോള് വന്നാൽ ആ വെള്ളം ഇങ്ങനെ വന്ന് ആ ഹോള് വലുതായി പിന്നെ വലിയ പ്രവാഹമായി ഡാം വീഴും. അല്ല, സ്വാഭാവികമായും നമ്മൾ ഈ ചെറിയ തോടുകളിലും ആറുകളിലും ഒക്കെ നടത്തുന്ന നിർമ്മിതികളുണ്ട്. ആ കെട്ടുകൾക്കിടയിലേക്ക് ഈ ചെളിയും മെക്കലും വന്നടിഞ്ഞ് അതൊരു സംരക്ഷണം പോലെ അവിടെ നിൽക്കാറുണ്ട്. ഒരു ഫോഴ്സ് കഴിയുമ്പോൾ ഇത് തള്ളിപ്പോകുന്ന കാഴ്ചയും നമ്മളുണ്ട്. ഇതന്നെ ഇവിടെ സംഭവം. അതെങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെയുള്ള കെട്ടില് അടിയിലൊരു ദോരം വന്നു, ചെറിയൊരു ദോരം, പെട്ടെന്ന് തന്നെ അത് വലുതാകുകയും അതിലൂടെ ഈ ഒലിച്ചു പോവുകയും അത് ഈ കല്ലിനെ പോലും കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെയാണ് ഈ 17 TMC വെള്ളം, 15 TMC വെള്ളം കെട്ടി നിൽക്കുന്ന മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ. സത്യത്തിൽ ആളുകളെ പാനിക് ആക്കാൻ വേണ്ടിയിട്ടല്ല, ആളുകളിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു, ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി പറയുന്നു, ആളുകൾ താങ്കളുടെ പെറ്റീഷനിൽ ഒപ്പം ചേരാൻ വേണ്ടി പറയുന്നു. മുല്ലപ്പെരിയാർ തകരാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥനയോടെ തന്നെ പറയുന്നു. പക്ഷെ താങ്കൾ പറയുന്ന ആ ഒരു പോയിന്റിലാണ് ഡീകമ്മീഷൻ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇതിൽ വേണ്ടുന്ന പരിശോധനകൾ വീണ്ടും നടത്തുക, പരിശോധനയുടെ റിപ്പോർട്ടുകൾ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് താങ്കൾ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് മാസ് പെറ്റീഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഞങ്ങളുടെ മാസ് പെറ്റീഷനിൽ ആളുകൾ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇന്റർഫിയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി മുല്ലപ്പെരിയാർ തകർന്നാൽ കുറച്ച് വെള്ളവും കല്ലും മണ്ണും മഴയും ഒലിച്ച് തൊടുപുഴ വരെ വരുന്നതാണോ, അതോ എന്താണ് മുല്ലപ്പെരിയാർ തകർന്നാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒലിച്ചു വരികയെ, അതായത് ഒഴുകി വരെ. ചില ആളുകളുടെ ചില വാക്കുകൾ ഞാൻ കോട്ട് ചെയ്തതാണ്. ഇത് 850 മീറ്റർ ഉയരത്തിലാണ് നിൽക്കണേ, അവിടുന്ന് താഴേക്ക് വീഴുക ചെയ്യുന്നത്. സകല പ്രതിബന്ധങ്ങളെയും തട്ടി തകർത്തുകൊണ്ട് ഒരു ബുള്ളറ്റ് കണക്കെ ചീറിപ്പാഞ്ഞ് വരിക ചെയ്യുന്നത്. ഒരു കല്ല് ഒരു മലയുടെ മണ്ടക്കെ ഇരിക്കുന്നു, അത് താഴേക്ക് വീണുപോയി എന്ന് വിചാരിക്കുക. എന്തിനാ വിചാരിക്കുന്നത്? കണ്ടില്ലേ വയനാട്ടിൽ കണ്ടില്ലേ? ഒരു കല്ലാണ്, ഒരു വലിയ കല്ലിന്റെ പടം പ്രചരിക്കുന്നുണ്ട്. അതില് ഇപ്പോ ഈ ഓപ്പറേഷൻ താർ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ജീപ്പുകാർ അവിടെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ജീപ്പിന്റെ വീഡിയോ ആണ്. വളരെ മനോഹരമായി പണിത ഒരു പച്ച കളർ ജീപ്പ്. ആ ജീപ്പ് ഒരു തകിട് കഷ്ണമാക്കി കിടക്കുന്നിടത്ത് പൊക്കിയെടുക്കുകയാണ്. ഒരു കല്ല് പിന്നെ മണ്ടേ കൂടെ കയറിപ്പോയതാണ്. ചെറിയൊരു കല്ലാണ്. ഐ മീൻ ചെറിയ കല്ലെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിനെ വെച്ച് നോക്കുക. അവിടെയാണ് താങ്കൾ ഈ പറയപ്പെടുന്ന ഇത്രയും ഹൈറ്റിൽ ഇത്രയും പാറക്കെട്ടുകൾ. ഇവർ പറയുന്നു ഗ്രാവിറ്റി ഡാമിന് വേണ്ടി പാറക്കെട്ടുകൾ അടുക്കുകയാണ്. അത് പഞ്ചായത്തുകാരും അതിൽ കിട്ടുന്നത് പോലെ 4 അടി പാറക്കെട്ടല്ലല്ലോ. ഒരുപക്ഷെ ഈ പുത്തുമലയിലും മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെയുള്ള സംഭവങ്ങൾ ഈ 3.5 കോടി ജനങ്ങളും രക്ഷപ്പെടാനുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിക്കൂടാന്നില്ല. നമ്മളെ കാണിച്ചു തന്നതാണ്. ഇത് കണ്ടോ, ഒരു ചെറിയ കല്ല് വന്നപ്പോൾ ഒരു ജീപ്പ്, താങ്കൾ പറഞ്ഞ പോലെ ഒരു ജീപ്പ് പപ്പടം പോലെ ആയത് കണ്ടോ എന്ന് നമ്മളോട് പറയാ ചെയ്തേക്കണേ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കല്ല് ഒഴുകി വരാണോ ചെയ്തത്? അല്ല, ഈ കല്ല് ഒഴുകി വരാണോ ചെയ്തത്? വീഴല്ല ചെയ്തത്. ഉരുളുപൊട്ടുക എന്ന് പറഞ്ഞാൽ വെള്ളം ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നതാണ്, കൃഷിയാണ്. ആ വെള്ളത്തിന്റെ ഫോഴ്സിലാണ് ആ കല്ല് കിലോമീറ്ററോളം സഞ്ചരിച്ചത്. അവിടെ ഒഴുകിയതല്ല, അത് പ്രകൃതി ഉണ്ടാക്കിയ കല്ല്. ഇത് മനുഷ്യൻ അടുക്കി വെച്ചിരിക്കുന്ന കല്ല്, ആ പാറക്കൂട്ടങ്ങൾ, അങ്ങനെ വിളിക്കാം. അതെ. അപ്പൊ ഇത് പൊട്ടി വരികയാണെങ്കിൽ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ഇതിന്റെ ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. പക്ഷേ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ഒരു ഡെപ്ത് എത്രമാത്രം. പലതും പറയട്ടെ, ഈ വിഷയത്തിൽ വർഷങ്ങളോളം നിൽക്കുന്ന ഒരാളുടെ വായിൽ നിന്നാണ് എനിക്ക് കേൾക്കേണ്ടത്. എന്തൊക്കെയാണ് കേരളത്തിൽ? അല്ല, നമ്മൾ കണ്ട കാഴ്ച പറഞ്ഞാൽ മതിയല്ലോ. ഈ ഒഴുകി വരുന്നൊന്നും ഈ മുല്ലപ്പെരിയാർ ഡാം ഗ്രാവിറ്റി ഡാമാണ്, കല്ല് അവിടെ നിൽക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് അതിനേക്കാളും വലിയ കല്ലായി വന്നത്. അത് ഒഴുകിയല്ല, താഴേക്ക് വീഴ ചെയ്തത്. അപ്പൊ ഇത് ദൃഷ്ടാന്തങ്ങളാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? ഞാൻ വീണ്ടും എടുത്തു ചോദിക്കാനുള്ള കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞ 2-3 പോയിന്റുകൾ ഞാൻ ഇതുവരെ ചിന്തിക്കാത്തതാണ്. എറണാകുളത്തും കോട്ടയത്തുമായിട്ടുള്ള രാസ വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ
എറണാകുളത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന റിഫൈനറി, നേവൽ ബേസ്, ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ ചൈനയോ പാകിസ്ഥാനോ ഇന്ത്യയെ അടിക്കാൻ തീരുമാനിച്ചാൽ കൊച്ചിയിൽ നിന്നുള്ള ഒരു സംവിധാനങ്ങളും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഗഗനചാരി എന്നൊരു സിനിമ ഇറങ്ങി, പറ്റുമെങ്കിൽ പോയി കാണണം. ഞാൻ ആ സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്യല്ല, ആളുകൾ കാണുന്നവർ പോയി കാണുക. കണ്ടിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇച്ചിരി സ്ലോ പടമാണ്. അതിൽ 2050 കേരളമാണ് കണ്ടത്. 2050 കേരളം. ഇതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പിട്ടാണ് ഞാൻ ആ സിനിമ കണ്ടത്. പകുതി എനിക്ക് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ, എന്റെ സമയക്കുറവുകൊണ്ടിരിക്കുന്നത് മൊത്തം കാണാൻ പറ്റി. എങ്കിൽ പോലും അത്രയും കണ്ടത് വെച്ച് പറയാം 2050 കേരളം എന്താണ് എന്ന് ആ സിനിമ കാണിച്ചു തരുന്നുണ്ട്. അതിനും അപ്പുറത്തായിരിക്കുമെന്ന്. എന്താണ് 2050 കാണിച്ചത്? ഡാം തകർന്നിരിക്കുന്നു, കൊച്ചി ഇല്ല. അല്ല, ഞാൻ പറയട്ടെ, ഇത് 2024 ആയുള്ളൂ. ഇപ്പോഴാണ് ദുരന്തം സംഭവിക്കുന്നതെന്ന് കരുതുക. താങ്കൾ പറഞ്ഞ പോലെ സംഭവിക്കാതിരിക്കട്ടെ. 2050 സസ്യശ്യാമള സുന്ദര കേരളമായിരിക്കും. 44 നദികൾ യാതൊരു തടസ്സമില്ലാതെ കടലിലേക്ക് ഒഴുകും. കടൽപ്പായലുകൾ സമൃദ്ധമായിട്ട് വളരും. ഇന്ന് അറബിക്കടലിൽ ഉണ്ടാകുന്നതിൽ കൂടുതൽ മത്സ്യസമ്പത്തുണ്ടാവും. ഈ ഭൂമി ലോകത്തിലെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാട്, സ്വർഗത്തെ പോലെയാവും. ആയിരുന്നു ഒരു കാലത്ത്. കാണാൻ 2050 ആകുമ്പോഴത്തേക്കും ഇന്നിപ്പോ ഡാം തകർന്നാൽ 2050 നമുക്കത് കാണാം. അതൊന്നും കാണാൻ ഇടയാവരുത് അല്ലേ? അല്ല, ഈ 2050 കാണാൻ നമ്മളാരും ഉണ്ടാവില്ലല്ലോ. അല്ല, 2050 ഉള്ളവർ കണ്ടാൽ മതി. 2050 ആൾക്കാരുണ്ടാവും. ബംഗാളികളുണ്ടാവും, ബീഹാറികളുണ്ടാവും, മലയാളികളല്ലേ പോവുള്ളൂ. കേരളം ഉണ്ടാവും. കേരളം അതിസുന്ദരമായിട്ട് കേരള സംസ്ഥാനം ഉണ്ടാവും. കേരള സംസ്ഥാനം കേരളം സംസ്ഥാനം ഒന്നുണ്ടല്ലോ. കേരളം തമിഴ്നാടിന്റെ ഒരു ജില്ലയാവും. പക്ഷെ ഇവിടെ ബംഗാളികളും ബീഹാറികളും അവരുടെ രാജ്യമാക്കി ഇതെടുക്കും. അവർ സൂക്ഷിച്ചോളും നമ്മളെ കൈ. അവർക്ക് കിട്ടിയത് വലിയൊരു സ്വർഗ്ഗമല്ലേ. നമ്മൾ ഈ സ്വർഗം കിട്ടിയിട്ട് നരകാക്കി മാറ്റി. അവർ സൂക്ഷിച്ചോളും. എങ്ങനെ പറയാൻ പറ്റും നമുക്ക് സമാധാനത്തോട്? അല്ല, കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ടാ. ഇത് ചിന്തിക്കുന്നവനല്ലേ ദൃഷ്ടാന്തമുള്ളൂ. ചിന്തിക്കാത്തവനെന്ത് ദൃഷ്ടാന്തം? ബുദ്ധിയില്ലാത്തവൻ എന്ത് കാര്യം ചിന്തിക്കാൻ പറ്റും? അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ബുദ്ധിയില്ലാത്തവർക്ക് യാതൊരു ടെൻഷനും ഇല്ല, ഏത് കാലത്തും ഇല്ല. കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവർക്കാണ് പല കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ വരിക. കൂടുതൽ ബുദ്ധിയുള്ളവർക്ക് ടെൻഷൻ കൂടി ഭ്രാന്താവുകയും ചെയ്യും. ബുദ്ധിയില്ലാത്തവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനി മലയാളിക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം നമുക്ക് മാറ്റിവെക്കാം. പേടിപ്പെടുത്തുന്ന വാചകങ്ങളും നമുക്ക് മാറ്റിവെക്കാം. മലയാളിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ. അല്ല, പേടിപ്പെടുത്തുന്ന വാചകങ്ങൾ ഞാൻ പറയട്ടെ. ഒരു മുറിയിൽ ഒരു പാമ്പ് വന്നു, വിഷമുള്ളൊരു പാമ്പ്, മൂർഖൻ പാമ്പാന്ന് വിചാരിക്കുക. അത് കണ്ട ആൾ പറഞ്ഞ് നിങ്ങൾ കട്ടിലെ കിടക്കല്ലേ കേട്ടോ, അതിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഒരു മൂർഖൻ പാമ്പുണ്ട്. അത് പേടിപ്പെടുത്തുന്നതാണോ? അത് പേടിപ്പെടുത്തുന്നതല്ല. അത് പ്രിക്കോഷൻസ് എടുക്കാൻ പറയണം. അത് അറിയാവുന്ന കട്ടിലെ കിടക്കുന്ന ആൾ ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലും മുറിക്ക് പുറത്ത് കിടക്കും, അല്ലെങ്കിൽ പാമ്പിനെ പുറത്താക്കും. അത് ചെയ്യണം. അത് ചെയ്യാനാണ് വേറൊരാൾ പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ എന്നെ പേടിപ്പിക്കാനാണോ പറയണതെന്ന് ചോദിച്ച് അയാളുടെ അടുത്ത് തർക്കിക്കാൻ പോയാൽ ഇവൻ്റെ അവസ്ഥ എന്താവും? ആ അവസ്ഥയാണ് മലയാളികൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇങ്ങനെ ഈ തോട്ടുമായിട്ടിരുന്ന ഒരാൾ പറഞ്ഞു തരുന്നത് തിരുത്താനാണ്, പ്രിക്കോഷൻസ് എടുക്കാനാണ്. അത് ചെയ്യാതെ മൂർഖൻ പാമ്പ് കിടക്കണമെങ്കിൽ നിനക്കെന്താ, എൻ്റെ വീട്ടിലല്ലേ, എൻ്റെ കട്ടിലിൻ്റെ അടിയിലല്ലേ എന്ന് പറഞ്ഞാൽ അവൻ കട്ടിലെ കയറി കിടന്ന് മൂർഖൻ പാമ്പ് കടിച്ച് ചത്താലോ? എന്താണ് ഇതിനൊരു പരിഹാരം? സിമ്പിളല്ലേ. തമിഴ്നാടിന് വെള്ളം വേണം. മുല്ലപ്പെരിയാറിൻ്റെ മുകളിൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിൽ കൂടുതൽ ജലം സംഭരിച്ച് വെച്ചിരിക്കുന്ന കക്കി ഡാമുണ്ട്. ഈ കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. തീർന്നില്ലേ? തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി കിട്ടും, ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അവർക്ക് സൗകര്യമുള്ളപ്പോൾ കൊണ്ടുപോയാൽ മതി. അവർക്കിപ്പോൾ വെള്ളം ആവശ്യമില്ല. അവിടെ വരണ്ട് കിടക്കുകയാണെന്നൊക്കെ പറയണ മണ്ടന്മാരോടാണ് ഞാൻ ഈ പറയണത്. അവർക്കിപ്പോൾ വെള്ളം ആവശ്യമില്ല. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ വെള്ളത്തിന് ആവശ്യമില്ല. ഏപ്രിലാണ് വെള്ളത്തിന് ആവശ്യമുള്ളൂ. അതുവരെ അവർ കൊണ്ടുപോകില്ല. കക്കിടാമിൽ നിലനിർത്തിക്കോട്ടെ. എന്താ പ്രശ്നം? ആർക്കെന്ത് പ്രശ്നം? ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാമല്ലേ. ആകെപ്പാട് 52 കിലോമീറ്റർ പൈപ്പ് വലിക്കണം. അത് ഒരു 3 മാസം പണിയുണ്ടെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ഒരു എമർജൻസിയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ 1 മാസം കൊണ്ട് ആ പരിപാടി അങ്ങ് തീർക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഡാമുകൾ താങ്കൾ നേരത്തെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഡാമുകൾ ഇല്ലാതായാൽ ഡാമുകളൊന്നും വേണ്ട, ഡാമുകളുടെ ആവശ്യമില്ല, നദികൾ
അതിന്റെ ഇഷ്ടത്തിന് സ്വാഭാവികമായി ഒഴുകട്ടെ, അതിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കപ്പെടും. അതെ, അതാണ് ഇമ്പോർട്ടന്റ്. ഡാമുകൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജലവൈദ്യുത പദ്ധതികളെ ആശ്രയിച്ചാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്, നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകും? എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും കറണ്ട് ഇല്ലാണ്ട്? ഒരിക്കലും ജലവൈദ്യുത പദ്ധതിയെ ആശ്രയിച്ചല്ല. ജലവൈദ്യുത പദ്ധതികളിലൂടെ നമുക്ക് 22% ഇലക്ട്രിസിറ്റി കിട്ടുന്നുള്ളൂ. ബാക്കി 78% ഇലക്ട്രിസിറ്റി വലിയ വില കൊടുത്ത് ഒരു 5 കൊല്ലം മുമ്പൊക്കെ 5000 കോടിയായിരുന്നു. ഇപ്പോൾ ആരോ പറയുന്ന കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല ഇപ്പോഴത്തെ അവസ്ഥ. 13,000 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റിയാണ് ഒരു വർഷം വാങ്ങുന്നത് KSEB. അപ്പോൾ പിന്നെ ജലവൈദ്യുത പദ്ധതികൾ എന്താ ആശ്രയിക്കുന്നു? ക്യാമ്പയിനുകൾ ഉണ്ടാകട്ടെ, കലാപാഹ്വാനങ്ങളല്ല, സമാധാനത്തോടെയുള്ള സമരങ്ങൾ ഉണ്ടാകട്ടെ. ബ്രിട്ടീഷുകാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സമാധാനത്തോടെ രാജ്യത്തെ മോചിപ്പിച്ചെടുത്ത ഗാന്ധിയൻ മാർഗങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. പ്രതിഷേധങ്ങൾ ഉണ്ടാകട്ടെ. രാജ്യം പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരുടേത് കൂടിയാണ്. ചെറുപ്പക്കാർ ഒന്നടങ്കം താങ്കൾക്കൊപ്പം നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ മുഴുവൻ ടീമിന്റെയും എല്ലാ പിന്തുണയും എപ്പോഴും താങ്കൾ